നമസ്കാരം, എല്ലാവർക്കും സോനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാൻ വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ പാവയ്ക്ക നല്ല വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, കനം കുറച്ചിട്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വട്ടത്തിൽ അരിഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു ലൈറ്റ് കളർ ആവുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ പാവയ്ക്കൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. അതേ പാനിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒരു നുള്ള ജീരകവും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളിയും പിന്നെ ഒരു പകുതി സവാള അരിഞ്ഞതും വെളുത്തുള്ളിയുമാണ്. ചെറിയുള്ളി ഞാനിവിടെ അരിയാതെ മുഴുവനോടെ തന്നെയാട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കറിയുടെ ഒപ്പം കഴിക്കാൻ കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ മുഴുവനും ചെറിയുള്ളി തന്നെ ചേർക്കുക. ഞാൻ ചെറിയുള്ളി കുറവായത് കൊണ്ടിട്ടാണ് പകുതി സവാള ചേർത്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ചോപ്പറിൽ വെച്ചിട്ട് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താണ്. നമുക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം നേരം അടച്ചു വെക്കാം. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഞെരടിയിട്ട് അതിന്റെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കറിയിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 നുള്ള ഉലുവാപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കറിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പും പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവട്ടെ. നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പും പുളിയും മധുരമൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഈ കറി ഇരിക്കും തോറും വളരെ സ്വാദാണ്. ഇപ്പം തലേന്ന് വെച്ചിട്ട് പിറ്റേന്നത്തേക്ക് എടുക്കുമ്പോഴേക്കും ഉപ്പും പുളിയും മധുരമൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്.
അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്